ിൽ നമ്മൾ ആത്മീയമായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ പറഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമുക്കത് തരും. കാരണം ഞാൻ 2012 കാലഘട്ടങ്ങളിലാണ് ഈ വേർപെട്ട സഭകളിൽ പോകുവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ആഗ്രഹം, ഈ വചനത്തിൻ്റെ ആഴങ്ങൾ എനിക്ക് വെളിപ്പെടുത്തണേ. അതെപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എപ്പോൾ പ്രാർത്ഥിച്ചാലും വചനത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തണേന്നത്. പക്ഷേ ദൈവം അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്നെ ആ നിലയിൽ ഉപയോഗിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഈ വചനം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ദൈവം കൃപ വന്നു. അപ്പം നമ്മൾ ആ നിലയിൽ ഒരു കാര്യം, നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യം കർത്താവിനോട് ചോദിച്ചാലും അത് തരും. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞാൻ 12 പ്രാർത്ഥിച്ചു, ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് 2019. 2019 കൊറോണ സമയത്താണ് ആ നിലയിൽ ദൈവം എന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പം നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നു നമുക്കത് ലഭിക്കും, നിങ്ങൾ ആത്മാർത്ഥതയോടെ. അപ്പം ഞാൻ ഇപ്പം എന്നെ മെൻറ്റർ ചെയ്യുന്ന ദേവദാസന്മാരോട് ചോദിക്കുവാണ്, അത് ശരിയാണോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ അത് ആഗ്രഹിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കാം. ഇന്ന് അത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കതുണ്ട്. അത് വെച്ച് നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്നാന്ന് ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാമല്ലോ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളങ്ങനെ ആത്മീയമായിട്ട് ആഗ്രഹിച്ചാൽ, ദൈവം എന്നോടൊന്ന് ഇടപെടണമേ കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണമേ. എനിക്ക് ദൈവശബ്ദം എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നു, എല്ലാവരും ഞാൻ കേൾക്കുന്നു, പക്ഷേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ദൈവം എനിക്കൊന്ന് ദൈവശബ്ദം കേൾക്കാനായിട്ടുള്ള കൃപ തരണേ. അങ്ങനെ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് കേൾക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം നമുക്കത് ആ അനുഭവം തരും. നമുക്ക് നമ്മുടെ റോമാലേഖന പഠന ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് റോമാലേഖനം 5-ാം അധ്യായം മുതൽ വിശ്വാസത്താലുള്ള നീതീകരണവും ആ നീതീകരണം മൂലം നാം അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളെയും കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. 5-ാം അധ്യായം 12-ാം വാക്യം മുതൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പിന്നെ വരാനുള്ള ദൈവകോപത്തിൽ നിന്ന് നാം എത്രയധികം രക്ഷ പ്രാപിക്കുമെന്നൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് 12-ാമത്തെ വാക്യം മുതൽ 2 വ്യക്തികളെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എടുത്ത് വരച്ച് കാണിച്ചിട്ട് അവരുടെ പ്രവൃത്തിയും അതിൻ്റെ പരിണിത ഫലവും നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് നമ്മളോട് അപ്പോസ്തലൻ പറയുക, നാം ഏതിൻ്റെ കൂടെ ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു? ആദാം എന്ന ഏകൻ്റെ കൂടെയാണോ, യേശു ക്രിസ്തു എന്ന ഏകൻ്റെ കൂടെയാണോ നാം തീരുമാനിക്കണം എന്ന് ഒക്കെ ആ ഭാഗത്ത് നമ്മൾ കണ്ടു. അതിനുശേഷം 5-ന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു എന്ന ഒരു വാക്യം നമ്മൾ കണ്ടു. 21-ാമത്തെ വാക്യം തുടർന്ന് വായിക്കുമ്പോൾ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നും പറഞ്ഞു. എന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്താണ് 6-ാം അധ്യായം അപ്പോസ്തലൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ ആകയാൽ, ബിക്കോസ് ഓഫ് ദെയർഫോർ എന്ന വാക്യം ഉപയോഗിക്കും. അപ്പം ആകയാൽ നാം എന്തു പറയേണ്ടു? ഞാൻ മുൻപ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ജോയിൻ ചെയ്ത അപ്പോസ്തലൻ പറയുക, നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. അത് അപ്പോസ്തലൻ ഒരു നാളും അരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ 1-2 കാരണങ്ങൾ പറയുകയാണ്. അതിൽ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ 1-ാമത്തെ കാരണം പറഞ്ഞു. എന്താണ്? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? എന്താണ് പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചു അല്ലേ? അത് മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. പാപസംബന്ധമായി മരിച്ചു. ഹല്ലേലൂയ. അതായത് ക്രിസ്തു
ക്രിസ്തുവിനോട് ഏകീഭവിക്കുക എന്നതാണ് കൃപ നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തി. എങ്ങനെയാ ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നത്? ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു, ഞാനും മരിച്ചു. എൻ്റെ പഴയ സ്വഭാവം അല്ലെങ്കിൽ പഴയ ആദാമിലുള്ള നേച്ചർ മരിച്ചു. ഹല്ലേലൂയ. ആ ഒരു മരണം നമ്മളിൽ സംഭവിക്കണം. അങ്ങനെയാ നമ്മൾ കർത്താവുമായിട്ട് ഏകീഭവിക്കുന്നത്. നാം ശരീരത്തിൽ ശ്വാസം പോയി മരിച്ചു എന്നുള്ളതല്ല, പഴയ സ്വഭാവത്തെ ഞാൻ മരിച്ചു, കളഞ്ഞു, ഉപേക്ഷിച്ചു. ഇനി ക്രിസ്തുവിലുള്ള ഒരു പുതിയ വ്യക്തിയായി ജീവന്റെ പുതുക്കത്തിൽ നാം ജീവിക്കണം. അതാണ് അവിടെ അപ്പസ്തോലൻ ആ ജീവിതത്തിൽ, ആ യാത്രയിൽ വീഴ്ചകൾ വരും, താഴ്ചകൾ വരും. പക്ഷേ എൻ്റെ ദാസ്യത്വം കൃപയോടാ, പാപത്തോടല്ല. അത് രണ്ടും രണ്ടാണ്. എൻ്റെ ദാസ്യം, പണ്ട് ഞാൻ പാപത്തിന്റെ ദാസിയായിരുന്നു. ഇപ്പോൾ കൃപയാൽ വിശ്വാസത്താൽ ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു പുതിയ പേര് തന്നു. എന്നെ ക്രിസ്തു യേശുവിൽ പുതിയ വ്യക്തിയാക്കി, ഒരു പുതിയ സൃഷ്ടിയാക്കി, ഉയരങ്ങളിൽ നിന്നുള്ള ആത്മാവിനെ തന്നു, എന്നെ പുതിയ ജീവൻ തന്നു, എന്നെ പുതുമനുഷ്യനാക്കി അവൻ്റെ കൃപയാൽ. അപ്പോൾ ഇനി ഞാൻ പണ്ട് ഞാൻ എത്ര നന്മ ചെയ്താലും, എത്ര നന്മ പ്രവർത്തികൾ ചെയ്താലും ഞാൻ ആരുടെ ദാസനാ? പാപത്തിൻ്റെ ദാസനാ. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വീണ്ടും ജനനത്തിലൂടെ മാത്രമേ നിങ്ങൾ എത്ര സെറീനായിട്ടുള്ള ലൈഫ്, കമ്പോസ്ഡ് ആയിട്ടുള്ള ലൈഫ് ജീവിച്ചാലും നമുക്ക് വീണ്ടും ജനനം സംഭവിക്കാത്തിടത്തോളം കാലം നമ്മൾ പാപത്തിൻ്റെ കീഴിലാണ്. കാരണം നമ്മൾ ജന്മം കൊണ്ട് പാപത്തിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് ഈ ജീവിതം, ഈ പുതുജീവൻ നമുക്ക് തന്നതിന് ശേഷം നമ്മൾ ആ ദാസ്യത്തിൽ നിന്ന് വിട്ട്, അത് നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്. ആ ദാസ്യത്തിൽ നിന്ന് വിട്ട് പുതിയൊരു ദാസ്യം, പുതിയൊരു നമ്മൾ എന്താ പറയുക, ഒരു പുതിയൊരു ദാസ്യത്തിലേക്ക് വന്നിരിക്കുക. അത് നമ്മൾ അതിൻ്റെ ആ 12-15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അതാ പഠിക്കുന്ന. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഭാഗം ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലേ? 15 മുതൽ ആ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കൃപ, അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക, കർത്താവിൻ്റെ കൃപ നമ്മെ നീതീകരിക്കുക മാത്രമല്ല, നീതീകരിക്കുകയും മഹത്വീകരിക്കുകയും മാത്രമല്ല, അതിനിടയിലുള്ള ഈ നീതീകരണത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു കാര്യം, ഒരു സമയമുണ്ട്. അതാണ് നമ്മുടെ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ ടൈം. ഈ നീതീകരണവും മഹത്വീകരണവും ഞൊടിയിടയിൽ സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സിലായി? ഞൊടിയിടയിൽ, കണ്ണിമയ്ക്കുമ്പോൾ. അതാണ് അപ്പോസ്തലൻ കണ്ണിമയ്ക്കുമ്പോൾ. നീതീകരണവും മഹത്വീകരണവും അങ്ങനെയാണ്. പക്ഷെ ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ലോങ് പ്രോസസ്സാണ്. ഈ വിശുദ്ധീകരണവും ചെയ്യുന്നത് കൃപയാല ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയെന്ന്? ഞാൻ അത് ആ കണക്ഷൻ നമ്മൾ, കാരണം ആ കണക്ഷനിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ 6-ാമത്തെ അധ്യായം നല്ല കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു ചിന്ത വരാം, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും കൃപ പെരുകേണ്ടതിന് പാപം? കാരണം കൃപയുടെ ഒരു ഫങ്ഷനിങ്ങാ, കൃപയുടെ ഒരു ഡ്യൂട്ടിയാ നിങ്ങളെ വിശുദ്ധീകരിക്കുക എന്നുള്ളത്. നീതീകരിക്കുകയും മഹത്വീകരിക്കുകയും മാത്രമല്ല, നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാ. ദൈവത്തിൻ്റെ കൃപയാ. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നത്, നിന്റെ പാപം എത്ര കടും ചുവപ്പുള്ളതാണെങ്കിലും ഹിമം പോലെ വെളുപ്പിപ്പാൻ ദൈവത്തിൻ്റെ കൃപ. അതാണത്. വയലസ്റ്റ് ഒഫൻഡർ, ഏറ്റവും കൊടിയ പാപി, നമുക്ക് ഏറ്റവും വലിയ പാപി, ദ വെരി മൊമെന്റ് ഹി ബിലീവ്സ് ഇൻ ക്രൈസ്റ്റ്, അവൻ്റെ സർവ്വ പാപവും ദൈവം മറക്കുമെന്നാണ് പറയുന്നത്.
See? എത്ര വലിയ പാപിയാണെങ്കിലും the very moment that you depend on Jesus, the pardon he receives. ദൈവത്തിൻ്റെ എങ്ങനെയാ ദൈവം അവനെ കരുതുന്നത്? God treats him as though he has never ever sinned. അതുകൊണ്ട് ആ രക്ഷ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രക്ഷ എത്ര, അത് പ്രിയരെ, ഇതൊന്നും പ്രവർത്തികളാൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. പ്രവർത്തികളാൽ ഞാൻ ആയിരുന്ന, ഞങ്ങളുടെ പാരമ്പര്യപരമായിട്ട് കുടുംബപരമായിട്ട് ആയിരുന്ന നാമധേയ ചർച്ചിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട്, കാരണം അവിടുത്തെ ടീച്ചിങ്സ് മുഴുവനും ചെയ്ത് നമുക്ക് വിശുദ്ധരാകാം, നിത്യതയിൽ സ്വർഗത്തിൽ പോകാം. അത് പറ്റില്ല. ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ, നമ്മളെ ദൈവമക്കളാക്കി തീർത്ത് നമ്മളെ നിത്യതയിൽ കൊണ്ടുവരുന്നത് വരെ ഇതൊന്നും നമ്മുടെ പ്രവൃത്തി കൊണ്ട് പറ്റില്ല പ്രിയരെ. ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ അവൻ്റെ കൃപയാൽ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ ചെറിയ പ്രവർത്തികൾ കൊണ്ട്, ചിലപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അന്ന് ആദ്യകാലങ്ങളിലൊക്കെ സൂര്യചന്ദ്ര നക്ഷത്ര താരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് രണ്ടും എഴുതി എത്തിച്ച ദൈവം നമ്മൾ പ്രസാദിക്കും? അതൊന്നുമില്ല. ഞാനത് ചെയ്യുന്നതിനൊന്നും ആരോടൊന്നും വേണ്ടെന്നൊന്നും പറയത്തൊന്നുമില്ല, ചെയ്തോട്ടെ. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനമില്ല. സകലതും എനിക്ക് നല്ലത്, പക്ഷെ സകലതും എനിക്ക് ആത്മീയ വർദ്ധി വരുത്തുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവമാ നമ്മളെ ഒരുക്കുന്നതും സകലവും ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ ദൈവം നമ്മളെ പാപം കണക്കിടാതെ, നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കും, അത് ദൈവമായിട്ട് നമുക്ക് നൽകുന്നതാണ്. നമ്മളെന്തെങ്കിലും പ്രാപിച്ച് നമ്മളിങ്ങോട്ട് നേടിയെടുക്കുന്നൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ സ്വീകരിക്കുന്നതാ. ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി. എൻ്റെ പ്രിയരെ, നമ്മൾ ഇവിടെ വന്നിരിപ്പാനും ദൈവമക്കളാവാനും ഈ വചനം ഇങ്ങനെ പഠിക്കാനൊക്കെ ദൈവത്തിന് കൃപ തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ നമുക്കത് ഹോളിയർ ദാൻ ദൗ, ഞാൻ മറ്റുള്ളവരെക്കാൾ കേവനാണെന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെയൊന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ അതാണ് ആ കൃപയുടെ ഒരു ഭാഗം. രണ്ടാമതൊരു ഭാഗമുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടും. ഹല്ലേലൂയ. ഇത് തേജസ്കരം. ഇതും ഞൊടിയിടയിൽ സംഭവിക്കുന്ന കാര്യമാണ്, കണ്ണിമയ്ക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നീതീകരണത്തിൽ ദൈവം നമ്മളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. തേജസ്കരണത്തിൽ ദൈവം നമ്മളെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വിടുവിക്കും. കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്. വിശുദ്ധീകരണത്തിൽ കൃപ നമ്മളെ ചെയ്യുന്ന എന്താണെന്നറിയോ പ്രിയരെ? പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്. അതായത് പാപത്തിന് പണ്ട് എൻ്റെ മേലൊരു ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് പണ്ട് അതിന് ജയിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ആ ശക്തിയെ ജയിക്കാനായിട്ട് സാധിക്കുന്നു. ആ ശക്തിയിൽ നിന്ന് എന്നെ അടക്കി വെച്ചിരുന്ന പാപത്തിൻ്റെ ആ കരാള ഹസ്തങ്ങളിൽ നിന്ന് എനിക്കതിനെ പുറത്തു വരാൻ സാധിക്കും. കാരണം എൻ്റെ ബലം കൊണ്ടല്ല, എൻ്റെ പ്രയത്നം കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ വ്യാപരിക്കും. കർത്താവ് എന്നെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ട്. ഹല്ലേലൂയ. See? ഹല്ലേലൂയ. തേജസ്കരണത്തിൽ the church will be taken. സഭ എടുക്കപ്പെടും. പാപത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് പോലും നമ്മൾ മാറും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പ്രിയരെ. അതുകൊണ്ടാണല്ലോ പുസ്തകം പറയുന്നത്, സാത്താൻ നിങ്ങളെ വിഴുങ്ങേണ്ടതിന് അലറുന്ന സിംഹത്തെ പോലെ ചൂടാടി നടക്കുന്നു, അല്ല ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ വീണ്ടെടുപ്പിന് ശേഷം നമ്മൾ പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം മാറ്റും.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. പക്ഷെ അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം പ്രിയരെ. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷ നടക്കുന്നത്. പരീക്ഷണം അവിടെയാണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. നമുക്ക് എത്രത്തോളം ഇത് വിശ്വാസത്തോടെ കാത്തിരിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം അധ്യായം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൃപയാല നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചതും കൃപയാല പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതും കൃപയാല പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതും. ഇതെല്ലാം കൃപയാല, സകലത്. അതുകൊണ്ട് അപ്പോസ്തലൻ കൃപ 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 എന്ന് പറയുന്നത് സകലതും കൃപയാല. ഹല്ലേലൂയ. അതുകൊണ്ട് 6-ാം അധ്യായത്തിൽ 1-ാം ആകയാൽ നാം എന്ത് പറയണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും വരുതേ. ഹല്ലേലൂയ, ഒരു നാളും വരുത്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കാമെന്ന്? നിങ്ങൾ പ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തില്ലല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്നത് സകലതും കർത്താവാ ചെയ്യുന്നത്, എല്ലാം ദൈവം ചെയ്യുന്നതാ. നമ്മളെക്കുറിച്ച്, നമ്മുടെ വീണ്ടും ജനനത്തിൻ്റെ മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നല്ലോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നല്ലോ, നാം മരിച്ചവരായിരുന്നല്ലോ. കരുണ തോന്നി കർത്താവ് നമ്മിൽ പ്രവർത്തിച്ചു. കരുണ തോന്നി കർത്താവ് നമ്മളെ ഉയർപ്പിച്ചു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, കർത്താവിന് കരുണ തോന്നിയാ നമ്മൾ ഈ വിശുദ്ധ ജീവിതവും നയിക്കുന്നത്. കർത്താവിന് കരുണ തോന്നിയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവരെക്കാളൊക്കെ നാം കേമന്മാരാണെന്ന് തോന്നാം. അത് നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്കുണ്ടാവുന്നൊരു എക്സ്പീരിയൻസാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഈ ഓഫ് ദ ഇമിറ്റേഷൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, ക്രിസ്താനുകരണം. കേട്ടിട്ടുണ്ടായിരുന്നു? ക്രിസ്താനുകരണം. ഇതൊക്കെ ഓൺലൈനിൽ നല്ലൊരു പുസ്തകമാണ്, ഓഫ് ദ ഇമിറ്റേഷൻസ് ഓഫ് ക്രൈസ്റ്റ്. തോമസ് എക്കിംപസ് എന്ന് പറയുന്നൊരു കർത്തൃദാസൻ എഴുതിയതാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് ഈ കൂട്ടായ്മയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയിൽ കർത്തൃദാസൻ ഇങ്ങനെ തൻ്റെ റൂമിലിരിക്കുമ്പോൾ റൂമിൻ്റെ ജനലിൻ്റെ പുറത്തൂടെ ഭയങ്കര ഒച്ചയും ബഹളവും റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ താൻ അത് എല്ലാം തിരക്കിയപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ കയ്യിൽ വിലങ്ങിട്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുക. പടയാളികളുടെ നടുക്കിലൂടെ റോട്ടിൽ കൂടെ കൊണ്ടുപോവുക. ആൾക്കാരൊക്കെ ഒച്ചയും ബഹളമൊക്കെ ഇടും. അപ്പോൾ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തിയായി പുള്ളി. എന്നിട്ട് താൻ തിരിച്ചു വന്ന് റൂമിൽ വന്നിരുന്നിട്ട് താൻ തൻ്റെ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകത്തിൽ ഇപ്രകാരം താൻ രേഖപ്പെടുത്തും, ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് there goes തോമസ് എക്കിംപസ്. കർത്താവിൻ്റെ കൃപയില്ലായിരുന്നെങ്കിൽ ആ കയ്യിൽ വിലങ്ങ് വെച്ച് പോകുന്നത് ഞാനായേനെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് മറ്റ് വളരെ ഹീനമായ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ ഒരു മോറൽ റിലീജിയസ് ആങ്കറൊക്കെ തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ഓർത്തോണം പ്രിയരെ, ദൈവത്തിൻ്റെ കൃപ, ഇത് ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ കൃപ ഇല്ലെങ്കിൽ അവരെക്കാളും വേഴ്സ് ആവാൻ അവരെക്കാളും വേഴ്സ് ആവും. നമ്മൾ അതിനൊക്കെ കേപ്പബിളാണ്. അവർ ചെയ്യുന്നതിനേക്കാളും ഹീനമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇവിടെ ഇരിക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും കേപ്പബിളാണ്. പക്ഷെ ദൈവം നമ്മളെ ഒരു പ്രത്യേക കൃപയിൽ നിർത്തിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് ഓർത്ത് പുകഴേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ആങ്കറൊക്കെ തോന്നാറില്ലേ?
ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, പിന്നെ ദാവീദ് പറയുന്നത്, പ്രാണനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലേ, അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. വചനം വായിക്കാൻ പറ്റുന്നതും പാപത്തെ ജയിക്കാൻ പറ്റുന്നതും കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റുന്നതും ഉപവസിക്കാൻ പറ്റുന്നതും മണിക്കൂറുകൾ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം സാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണോ? ഹല്ലേലൂയ. നമ്മുടെ ബലത്തിലൊന്ന് വചനം വായിച്ചു നോക്കിക്കേ, നമ്മൾ എത്ര നാൾ നിർത്തും. പക്ഷേ ദൈവം കൃപ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് അപ്പസ്തലൻ പറയുന്നത്, ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. അപ്പോൾ ഈ ഒരു സന്ദേശമാണ് ഈ 6 മുതലുള്ള അധ്യായത്തിൽ നമുക്ക് നൽകുന്നത്. നമ്മുടെ വിശുദ്ധ ജീവിതവും കൃപയാലാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 1-2 ആഴ്ചകൾ നമ്മൾ കണ്ടല്ലോ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യം. ഞാൻ തീത്തോസിന്റെ ലേഖനം 3:12 വായിക്കണ്ട. കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല ശിക്ഷിച്ച് വളർത്തുന്നു. ആ വാക്യം എപ്പോഴും ഓർത്തണം. കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല ശിക്ഷിച്ച് വളർത്തുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനം 103-ാം സങ്കീർത്തനം വായിക്കും. അതിനകത്ത് 1-2 ഒരു ഭാഗം കണ്ടോ? അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ അവിടുത്തെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഈ വാക്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചർച്ച ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു സഹോദരൻ പറയുക, ഇനിയിപ്പോൾ മനസ്സമാധാനത്തോടെ പാപം ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ. ഇനിയിപ്പോൾ മനസ്സമാധാനത്തോടെ പാപം ചെയ്യുക. എന്തോ ഹൊറിബിളല്ലേ ഇങ്ങനെ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ദയ, ഇതാ നമ്മളെ നിർത്തിയിരിക്കുന്നതിൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. നിങ്ങൾ അതിന്ന് ഓർത്ത് ധ്യാനിക്കുക. 103-ാം സങ്കീർത്തനത്തിൻ്റെ ആ വാക്യങ്ങളൊക്കെ നമുക്കത് അവിടെ നിൽക്കുന്നില്ല. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. റോമാലേഖനം 6-ന്റെ 2-ാം വാക്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്. എന്താ ഒന്നുകൂടെ വായിക്കുന്നു. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ക്രൂശ് അന്ന് ഒരുവൻ തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുമ്പോൾ ഇന്നത്തെ സർക്കംസ്റ്റൻസ്, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുവൻ തൻ്റെ തൂക്കു കയറെടുത്ത് എൻ്റെ പുറകെ എൻ്റെ പിന്നാലെ വരിക, എന്നെ ഫോളോ ചെയ്യുക എന്നതിന് തുല്യമാണ്. ക്രൂശ് എന്ന് പറയുന്നത് ദ എൻഡ് ഓഫ് ദാറ്റ് പേഴ്സൺ. എൻഡ് ഓഫ് ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ മുക്കിൽ ശ്വാസം പോകുന്ന ഡെത്തിനെ കുറിച്ചല്ല പറയുന്നത്. അവൻ്റെ സെൽഫ്, അവൻ്റെ ആ സ്വയം, അല്ല, ഞാൻ ഫിനിഷ്. യോഹന്നാൻ പറയുന്നത് പോലെ, ഞാനല്ല, ഇനി ഞാനോ കുറയണം, അവനോ വളരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലൻ പറയുക, അങ്ങനെ പാപത്തിൽ തുടരാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ അവരോട് പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്നാനം എന്തെന്ന് മനസ്സിലായിട്ടില്ല. എന്താണ് സ്നാനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുകയാണ്. ഇന്നും നമ്മൾ അടുത്ത ആഴ്ചയും ദൈവം അനുവദിച്ചാൽ കർത്താവിൻ്റെ ഓരോ താമസം നമ്മൾ അടുത്ത ആഴ്ചയും ഈ ഒരു ടോപ്പിക്കായിരിക്കും ചിന്തിക്കുക, സ്നാനത്തേക്ക്. ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞ് വെക്കുവാൻ ആഗ്രഹിക്കുക. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ
സ്നാനത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ പുതിയ നിയമത്തിൽ ഈ സ്നാനത്തിന് ആഡ്ജക്റ്റീവ്സ്, അതായത് ജലസ്നാനം, ആത്മസ്നാനം എന്നുള്ള ആഡ്ജക്റ്റീവ്സ്, എലമെൻറ്റ്, എന്തുകൊണ്ടുള്ളതാണ് ആ എലമെൻറ്റ് മെൻഷൻ ചെയ്യാത്തിടത്തൊക്കെ പുതിയ നിയമത്തിൽ സ്നാനമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വാട്ടർ ബാപ്റ്റിസത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പിന്നീട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിക്കോളൂ. പുതിയ നിയമത്തിൽ അതിൻ്റെ എലമെൻറ്റ് അല്ലെങ്കിൽ എന്ത് എലമെൻറ്റിനാലുള്ള സ്നാനം എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സ്നാനം വാട്ടർ ബാപ്റ്റിസത്തെക്കുറിച്ച്, ജലസ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജലസ്നാനം, ഹല്ലേലൂയ, അങ്ങനെയുള്ള ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇവിടെ ഈ 3-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ജലസ്നാനത്തെക്കുറിച്ചാണ്, വാട്ടർ ബാപ്റ്റിസത്തെക്കുറിച്ചാണ്. പുതിയ നിയമത്തിൽ നമുക്ക് പല വിധത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ആത്മസ്നാനം. രണ്ടാമതൊന്ന് അഗ്നിസ്നാനം. ആത്മസ്നാനം എന്താന്ന് നമുക്കറിയാം. പക്ഷെ ഈ അഗ്നിസ്നാനം എന്നുള്ളത് പലർക്കും ഒരു തെറ്റായ ഒരു മിസ്റ്റേക്കൻലി ഇൻഫോംഡ് ആണ്. എന്താണ് അഗ്നിസ്നാനം? ആദ്യമേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ആത്മസ്നാനവും അഗ്നിസ്നാനവും പര്യായ പദങ്ങളല്ല, സിനോണിംസ് അല്ല. ആത്മസ്നാനവും അഗ്നിസ്നാനവും പര്യായ പദങ്ങളല്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് മറ്റ് ഉൾക്കാഴ്ചകളുണ്ടെങ്കിൽ ഈ വചനാടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാവുന്നതാണ്. ആ ആ ആ ഞാൻ നിങ്ങൾക്ക് മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നു. യോഹന്നാൻ നൽകിയിരുന്നത് എന്താണ്? മാനസാന്തര സ്നാനമാണ്. സ്നാപക യോഹന്നാൻ ചെയ്തിരുന്നത് മാനസാന്തര സ്നാനമാണ്. ഹല്ലേലൂയ. അന്ന് പലതരത്തിലുള്ള സ്നാനമുണ്ടായിരുന്നു. ഇപ്പം ഒരു ജൂവിഷ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ ചേരണമെങ്കിൽ അവർക്ക് അതിനും ഉണ്ടായിരുന്ന ഒരു സ്നാനപ്പെടുത്തിയാണ് ആ കമ്മ്യൂണിറ്റിയിലോട്ട് അവർ ചേർക്കുന്നത്. ഇവിടെ യോഹന്നാൻ കൊടുത്തിരുന്നത് മാനസാന്തരം. അതുകൊണ്ടാണ് സർപ്പസന്തതികളെ, ഇല്ലേ, അതിൻ്റെ വാക്യമില്ലേ, അതിൻ്റെ 7-ാമത്തെ വാക്യമല്ലേ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചത്. അപ്പൊ ഈ ഭാഗത്ത് കൂടിയിരിക്കുന്നത് ഒരു പുരുഷാരമാണ്, ഒരു വലിയ പുരുഷാരം കൂടിയിരിക്കുക. അവരെ നോക്കിയിട്ടാണ് പറയുന്നത്, സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് വിട്ടുപോടുവാൻ നിങ്ങളെ ഉപദേശിച്ചത്. അങ്ങനെ ആ ഭാഗം നമ്മൾ വാങ്ങിക്കുന്നു ഇവിടെ. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നു, പക്ഷേ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഇവിടെ പരിശുദ്ധാത്മാവ്, ആത്മാവിലുള്ള സ്നാനം, തീയാലുള്ള അല്ലെങ്കിൽ അഗ്നിയാലുള്ള സ്നാനം. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ആത്മസ്നാനവും അഗ്നിസ്നാനവും പര്യായ പദങ്ങളായിട്ടല്ല ഇവിടെ ഉപയോഗിച്ചത്. രണ്ടും രണ്ടാണ് പ്രിയരെ. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3-ന്റെ അതിന് 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. ആരുടെ കയ്യിലുണ്ട്? കർത്താവിൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പരയിൽ കൂട്ടിവെക്കും, പതിർ കെടാത്ത തീയിട്ട് ചുട്ടുകളയും. അപ്പൊ ഈ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്ന ആർക്കാ? ഗോതമ്പിനാ. അഗ്നിസ്നാനം ലഭിക്കുന്ന ആർക്കാ? പതിരിന്. മനസ്സിലായോ? പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നത് ഗോതമ്പിനാ. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കേ.
അവന്റെ കയ്യിൽ വീശുപുറമുണ്ട്. പുരുഷാരത്തെ നോക്കിയിട്ട് പറയുകയാ, വലിയൊരു പുരുഷാരം, ശിഷ്യന്മാരല്ല, വലിയ എല്ലാവരും നിൽക്കുന്നൊരു വലിയ പുരുഷാരം നോക്കിയിട്ട് പറയുക, ഇതിൽ കൊള്ളാവുന്നവനുമുണ്ട് കൊള്ളാത്തവനുമുണ്ട്. മനസ്സിലായോ? പുരുഷാരത്തിൽ കൊള്ളാവുന്നവനുമുണ്ട് കൊള്ളാത്തവനുമുണ്ട്. അവരെ നോക്കിയിട്ട് പറയുകയാ അവന്റെ കയ്യിൽ വീശുപുറമുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അപ്പൊ ഈ അഗ്നിസ്നാനം എന്നുള്ളത് തീ കൊണ്ടുള്ള സ്നാനം, അത് അന്ത്യ ന്യായവിധി, അതിനെയാണ് അവിടെ പറയുന്നത്. പതിര് കെടാത്ത തീ. ഞാനത് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെന്നറിയാം. ആത്മസ്നാനം കതിരിനും അഗ്നിസ്നാനം പതിരിനും ലഭിക്കുന്നത്. നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ 1:5 വരാം. അപ്പം നിങ്ങൾക്ക് അല്പോടെ അത് ക്ലിയർ ആവും. അപ്പസ്തോല പ്രവൃത്തികൾ 1:5. അപ്പം അവിടെ അത് പറയുന്നത് ആരോടാ പറയുന്നത്? പുരുഷാർത്ഥത്തോടാണോ പറയുന്നത്? ഉയർപ്പിന് ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന പുരുഷാർത്ഥത്തിനാണോ? അല്ല, ശിഷ്യന്മാർക്കാണ്. തെരഞ്ഞെടുക്കപ്പെട്ട കർത്താവിനെ വിശ്വസിക്കുന്ന ശിഷ്യന്മാരോടാ പറയുന്നത്, അല്ലെങ്കിൽ ദൈവ മക്കളോടാണ് കർത്താവ് പറയുന്നത്. അതിന്റെ 5-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോ ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്നായിരുന്നെങ്കിൽ അത് കർത്താവ് തീർച്ചയായിട്ടും അത് ആ ഭാഗം പറയുമ്പോൾ എടുത്തു പറഞ്ഞു തന്നെയായിരുന്നു. ഇത് ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ശിഷ്യന്മാരെ നോക്കിയിട്ട് കർത്താവ് പറയുക, യോഹന്നാൻ വെള്ളം കൊണ്ടുള്ള സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും, ആത്മസ്നാനം ലഭിക്കും. അത് പര്യായ പദങ്ങളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇപ്പോഴും അത് വെച്ചിരിക്കണം. കാരണം നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് ഈ 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വന്ന കാര്യത്തെക്കുറിച്ചാണ്. അഗ്നി വന്നെന്നുണ്ടല്ലോ, അതൊക്കെ അത് ക്ലിയർ ആക്കാം. ഈ അഗ്നി എന്നുള്ളത് ദൈവവചനത്തിൽ ഫിഗറേറ്റീവ്ലി ഉപയോഗിച്ചിരിക്കുന്നതാണ്, ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അത് ന്യായവിധിയെയാണ് കുറിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരം അല്ലേ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഹല്ലേലൂയ. അപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കി, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നു. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് കൊടിയ കാറ്റാണോ ഉണ്ടായത്? അല്ല, കൊടിയ കാറ്റടിക്കുന്നത് പോലെ വൈദ്യനായ ലൂക്കോസ് പെന്തക്കോസ്റ്റ് നാളിൽ നടന്ന സംഭവം നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പറഞ്ഞു തരിക. ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ച് പറഞ്ഞ കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അതുകൊണ്ടാ നമ്മൾ ആത്മീയമായ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുപോലെ എനിക്ക് വേണമെന്ന് നമ്മൾ ശഠിക്കരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കണം. ഇപ്പൊ സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോഴേ ഇന്നത് സംഭവിക്കണം നമ്മൾ ഒരിക്കലും ശഠിക്കരുത്. അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ എന്നും കാണുന്നില്ല. ഇവിടെ പറയുക കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അപ്പൊ കൊടിയ കാറ്റൊന്നുമല്ല വന്നത്, അതുപോലത്തെ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിയാണോ വന്നത്? അല്ല, അഗ്നിജ്വാല പോലെ. ഹല്ലേലൂയ. ഇത് ഫിഗറേറ്റീവ്ലി ഉപയോഗിച്ചിരിക്കുക. കർത്താവ് യോഹന്നാൻ അപ്പസ്തോലനാൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ പ്രാവ് എന്ന പോലെ. പ്രാവാണോ ഒന്ന്? അല്ല, അത് ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കുക. അഗ്നിസ്നാനം എന്നുള്ളത് അന്ത്യന്യായവിധിയാണ് കുറിക്കുന്നത്. നമ്മളത് തെറ്റിദ്ധരിക്കരുത്. ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്നല്ല. അഗ്നിസ്നാനം പതിരിനാ കിട്ടുന്നത്. പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ ആത്മാവിനാലുള്ള സ്നാനം ലഭിക്കുന്നത് കതിരിനാ ലഭിക്കുന്നത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാം അധ്യായം 38 വാക്യം നോക്കി. അപ്പസ്തോലന്റെ പ്രവർത്തനം 38 വാക്യം. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് പത്രോസിനോട് ചോദിച്ചു. പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ 38 വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇവിടെ ജലസ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സ്നാനമേൽക്കുവിൻ എന്ന് പറഞ്ഞു, അവിടെ എലമെന്റ് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെയും ജലസ്നാനത്തെക്കുറിച്ചാണ് ഹല്ലേലൂയ പറയുന്നത്. അപ്പസ്തോലൻ പറയുക, ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. ഈ അഗ്നിസ്നാനവും ആത്മസ്നാനവും നമ്മൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അത് അങ്ങനെയല്ല ബ്രദറെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വെളിപ്പെടുത്തുന്നാൽ ഞാൻ സമ്മതിക്കാം. വചനം നിങ്ങൾക്ക് തോന്നുന്നു പറയാൻ പറ്റില്ല. വചനത്തിൻ്റെ വാക്യം വെച്ച് ഇതിങ്ങനെയാണല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അപ്പസ്തോലൻ പറയുക, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ എന്ന് ചിന്തിക്കുന്നവരോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ സ്നാനത്തെക്കുറിച്ച് ഓർത്തു നോക്കിയേ. നിങ്ങൾ എന്തിനാണ് സ്നാനപ്പെട്ടത്? ക്രിസ്തുവിനോട്, യേശു ക്രിസ്തുവിനോട് ഏകീഭവിക്കുവാനായിട്ടാ. ഈ ഏകീഭാവത്തെയാണ് നമ്മൾ സ്നാനത്തിൽ പ്രഖ്യാപിക്കുന്നത്, അല്ലേ? ക്രിസ്തുവിനോട് ഞാൻ ഏകീഭവിച്ചു. നമുക്കൊന്ന് കൃത്യമായിട്ട് വെച്ചാൽ 1 കൊരിന്ത്യൻ ലേഖനം 10 അധ്യായം അതിൻ്റെ 2 വാക്യം നോക്കി. 1 Corinthians chapter 10 verse 2 ഒന്ന് വായിക്കാവും. മതി. എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് ആരോട് ചേർന്നു? മോശയോട്. ഇതുപോലെ തന്നെ വിശ്വാസ സ്നാനത്തിലൂടെ നമ്മൾ ആരോട് ചേരുകയാ? നമ്മുടെ കർത്താവായ യേശു കർത്താവിനോട് കൂടെ ചേരുകയ, ലീഡറിനോട് കൂടെ ചേരുകയ. ഇതേപോലെ തന്നെ നമ്മൾ കർത്താവിനോട് ഞാൻ ഏകീഭവിക്കുന്നു എന്ന് വിളിച്ചു പറയലാണ് സ്നാനത്തിലൂടെ. അങ്ങനെ വിളിച്ചു നീ പറയുന്നുണ്ട്, നിനക്ക് പിന്നെ എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? അതാ ചോദിക്കുന്ന അപ്പസ്തോലൻ. അതേപോലെ ആ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവണം. നീ സ്നാനപ്പെട്ടത് ഞാൻ കർത്താവിനോട് ഏകീഭവിക്കുന്നു, കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു, ഇനി ദൈവത്തിനായി ഞാൻ ജീവിക്കും എന്ന് പരസ്യമായി വിളിച്ചു പറയുകയല്ലേ സ്നാനത്തിലൂടെ ചെയ്യുന്നത്. പിന്നെ നിനക്ക് എങ്ങനെ പാപത്തിൽ ജീവിക്കാൻ പറ്റും? ഇതാ അപ്പസ്തോലൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ബാപ്റ്റിസം, സ്നാനം, ബാപ്റ്റിസം ഡസ് നോട്ട് സെക്യൂർ വാട്ട് ഇറ്റ് സിഗ്നിഫൈസ്. മനസ്സിലായെന്ന് ഞാൻ കരുതുക. സ്നാനം എന്ന കർമ്മം കർത്താവിനോട് ചേരുവാനായിട്ടുള്ളതാണ്. ഓക്കെ, സ്നാനത്തിലൂടെ അല്ല, ഈ സ്നാനം എന്ന ക്രിയ ചെയ്യുന്നതിലൂടെയല്ല നാം കർത്താവിനോട് ഏകീഭവിക്കുന്നത്. കർത്താവിനോട് ഞാൻ ഏകീഭവിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ക്രിയയാണ് സ്നാനം. അതാ ഞാൻ പറഞ്ഞത്, സ്നാനം ഡസ് നോട്ട് സെക്യൂർ വാട്ട് ഇറ്റ് സിഗ്നിഫൈസ്. സ്നാനമെന്ന കർമ്മമല്ല. ഇതൊക്കെ നമുക്ക് പലർക്കും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. സ്നാനപ്പെട്ടാണ് നമ്മൾ കർത്താവിനോട് ഏകീഭവിക്കുക. അങ്ങനെയൊന്നും അല്ല. കർത്താവിനോട് ഏകീഭവിച്ചവരാണ് സ്നാനപ്പെടുന്നത്. നമ്മൾ ചത്തവരെയല്ലേ കുഴിച്ചിടുന്നത്, അല്ലാണ്ട് കൊല്ലാനാണോ കുഴിച്ചിടുന്നത്? അല്ലല്ലോ, ചത്തവരെയല്ലേ കുഴിച്ചിടുന്നത്. എന്ന് പറഞ്ഞ പോലെ കർത്താവുമായിട്ട് ഏകീഭവിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടുന്നത്. കാരണം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പല വേറെ വേദഭാഗങ്ങൾ നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 പത്രോസിന്റെ ലേഖനം 3:21 നോക്കിയാൽ, അപ്പൊ ബ്രദറെ ഇതെങ്ങനെയാ? അങ്ങനെയല്ലേ അത്? കാരണം നിങ്ങൾക്ക് ആ വാക്യം കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ്. 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നോക്കിക്കേ. 3:21 അത് സ്നാനത്തിനൊരു മുൻകുറി, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴക്കുകൾ എന്ന ദൈവത്തോട് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും
രക്ഷിക്കുന്നു, വെള്ളത്തിൽ കൂടി കടന്ന് രക്ഷ പ്രാപിച്ചു എന്നൊക്കെയുള്ള ആ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ചെയ്തല്ലേ രക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ വധിക്കുക. അതങ്ങനെയല്ല, ആ വാക്യം അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മളിതൊക്കെ പലപ്പോഴും തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം സ്നാനത്തിന് പ്രത്യേക ശക്തി ഒന്നുമില്ല, അല്ലെങ്കിൽ ആ സ്നാന ജലത്തിന് പ്രത്യേക ശക്തിയൊന്നുമില്ല. പക്ഷേ സ്നാനം ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ആ കൽപ്പന നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ആ കൽപ്പന നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. എന്ത് സ്നാനമാ? വിശ്വാസ സ്നാനം. രക്ഷിക്കപ്പെട്ടവർ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ആദിമസഭയാണ്. അപ്പസ്തോല പ്രവർത്തികളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്ന കൂട്ടായ്മകളാണ്. അതുകൊണ്ടല്ലേ നമ്മൾ അവിടുന്ന് വിട്ടുപോകുന്ന ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നമ്മൾ പണ്ടുണ്ടായിരുന്ന വലിയ ചർച്ചും വലിയ മണിയുടെ മുഴുക്കവും കുന്തിരിക്കത്തിൻ്റെ പുകയൊക്കെ വിട്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ അന്നതൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ പള്ളികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ വിട്ട് ഒരു റൂമിൽ പോയിരുന്ന്? കാരണം ഇവിടെ വചനം ഇമ്പോർട്ടൻസ്, എൻ്റെ പ്രിയരെ, ആംബിയൻസിലല്ല, ഇമ്പോർട്ടൻസ് കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിലാണ്, കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. ഹല്ലേലൂയ. റിലേഷൻഷിപ്പാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആദിമസഭയാണല്ലോ നമ്മുടെ ആ ഒരു മോഡൽ. ആദിമസഭയിൽ നമ്മൾ നോക്കിയാൽ രക്ഷിക്കപ്പെട്ട ഗ്രൂപ്പിൽ സ്നാനപ്പെടാത്തവരായിട്ട് ആരെയും നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിന് പ്രത്യേക ശക്തിയൊന്നുമില്ല എന്ന് വെച്ച് അതിന് പ്രാധാന്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. തീർച്ചയായിട്ടും. കാരണം അപ്പസ്തോല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്തവരായിട്ട് ആരെയും നമ്മൾ കാണുന്നില്ല. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ഒരു ഗ്രൂപ്പില്ല. അതിൻ്റെ അർത്ഥം സ്നാനം എന്നുള്ളത് പൂർണ്ണ നിമഗ്ന സ്നാനം, വിശ്വാസ സ്നാനം, കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞിട്ടുള്ള സ്നാനം. അത് വചനം പഠിപ്പിക്കുന്ന മാറ്റമില്ലാത്ത സത്യമാണ്. നിങ്ങൾക്ക് എത്ര ഒബ്ജക്ഷൻസും നിങ്ങൾക്ക് അതിന് വിപരീതമായിട്ട് പറയാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാലും, ഇവിടെ ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഈ വചനം കൈ പിടിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതാണ് അതിൻ്റെ സത്യം. അതെന്നോട് പിണങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല. ദിസ് ഈസ് വാട്ട് ഐ ആം ആൻസറബിൾ ടു ഗോഡ്. ഹല്ലേലൂയ. കാരണം അതിൻ്റെ പാറ്റേൺ എന്താ? അയക്കപ്പെടുന്നു, അടയ്ക്കപ്പെടുന്നവൻ പ്രസംഗിക്കുന്നു, പ്രസംഗം ദൈവവചനം കേൾക്കുന്നു, ദൈവവചനം ഉള്ളിൽ പ്രവർത്തിക്കുന്നു, മാനസാന്തരം ഉണ്ടാവുന്നു, മാനസാന്തരപ്പെട്ടവൻ്റെ ഉള്ളിൽ അടുത്ത സ്റ്റെപ്പ് സ്നാനപ്പെടുന്നു, സ്നാനപ്പെട്ട് സഭയോട് ചെയ്യും. സഭയിൽ നിന്നാണ് അവനെ ദൈവം ഈ നെക്സ്റ്റ് സാങ്ക്ടിഫിക്കേഷൻ എന്ന പ്രവൃത്തി ചെയ്യുന്നത്. ഇന്ന് പലർക്കും ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ചിന്തയിൽ സ്നാനപ്പെട്ട് പെന്തക്കോസ്റ്റിൽ ചേരുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മൾ സ്നാനപ്പെടുന്നത് പെന്തക്കോസ്റ്റിൽ ചേരാനൊന്നുമല്ല. മലയാളികളുടെയൊക്കെ അങ്ങനെ ഒരു റോങ് കോൺസെപ്റ്റാണ്. പെന്തക്കോസ്റ്റിൽ ചേരുന്നു. പെന്തക്കോസ്റ്റിലല്ല നമ്മൾ ചേരുന്നത്. സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നു, വീണ്ടെടുക്കപ്പെടുന്ന സഭയോട് ചേരുന്നു. കർത്താവിൻ്റെ താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്മാരുടെ ശബ്ദത്തോളം ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ എടുക്കപ്പെടുന്നൊരു സഭയുണ്ട്. ആ സഭയോട് ചേരുക സ്നാനപ്പെട്ട്. അതാണ് പെന്തക്കോസ്റ്റ് ചേരുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മൾ അങ്ങനെയാ കേട്ട് വന്നേക്കുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം എത്രയോ ദേവദാസന്മാർ അല്ലെങ്കിൽ ആത്മീയരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സാധു കൊച്ചു കുഞ്ഞു ഉപദേശിച്ചില്ലേ നമ്മൾ പാടുന്ന പാട്ടുകൾ? പുള്ളി ഒരു മാർത്തോമ അല്ലേ? മാർത്തോമ വിശ്വാസിയായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ പുള്ളി രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഇപ്പം നമ്മുടെയൊക്കെ ചിന്താഗതികൾ അങ്ങനെ ഇടുങ്ങിയതായതുകൊണ്ടാണ്. ഹല്ലേലൂയ. എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്നാനപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ ദൈവം കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. കാരണം ഈ ദൈവം ഒരിക്കലും നമ്മളെ ഡിസീവ് ചെയ്യുന്നവനായിരിക്കില്ല. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും നമ്മളെ ഡിസീവ് ചെയ്യും. അവൻ വിശ്വസ്തനാണ്.
ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മുൻവിധികളൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവെ എന്നെ എന്താണ് വചനം നടത്തുന്ന അല്ലെങ്കിൽ വചനം അനുശാസിക്കുന്ന രീതിയിൽ ഞാൻ എങ്ങനെ പോകണമെന്ന് ഒരു ഓപ്പൺ, ഈ മോശ വന്നപ്പോൾ മുഖംമൂടിയില്ലേ ഇട്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കർത്താവെ എന്നെ നടത്തണമേ, നയിക്കണമേ എന്ന് നമ്മൾ ഉള്ളം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവം കറക്റ്റായിട്ട് പറഞ്ഞു തരും. നമ്മുടെ ഉള്ളങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാനൊരിക്കലും ഇതൊന്നും ആരോടൊന്നും ഫോഴ്സ് ചെയ്യാത്തത്. കാരണം ഇത് ഫോഴ്സ് ചെയ്ത് നടക്കേണ്ടതല്ല, ദൈവം ഇടപെട്ടിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ദൈവം ഇടപെടണം. കാരണം ഇത് ശരിക്കും ഒരുവൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഇടപെടും. കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ. ഈസ് നോട്ട് എ ഡെഡ് ഗാഡ്. ഹല്ലേലൂയ. നിരന്തരം നമ്മളോട് ഇടപെടുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നാനത്തിലൂടെ പറയുക, ഞാൻ കേട്ട കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനം എന്നുള്ളത് ഇത് വെറും ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ മാത്രമല്ല, ഇതെൻ്റെയും കൂടി അനുഭവമാണെന്ന് ഞാൻ വിളിച്ചു പറയുക. ഇതെൻ്റെയും കൂടെ അനുഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കർത്താവുമായിട്ട് ഏകീഭവിക്കുകയാണ്. അങ്ങനെ കർത്താവുമായിട്ട് ഏകീഭവിച്ച ഒരു വ്യക്തിക്ക് പ്രിയരെ പാപത്തിൽ തുടരുവാൻ പ്രമാണമില്ല കേട്ടോ. പാപത്തിൽ തുടരുവാൻ പ്രമാണമില്ല. ഹല്ലേലൂയ. നമുക്കിന്നത്തെ കുടിവരവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് ആ സ്നാനത്തെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. സ്നാനത്തിൻ്റെ, ജലസ്നാനത്തിൻ്റെ, വാട്ടർ ബാപ്റ്റിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വചനം എത്രത്തോളം അതിനെ അനുശാസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തന്ന ഒരു മാതൃകയെ, അപ്പസ്തോലന്മാർ കാണിച്ചു തന്ന മാതൃകയെ ആദിമ സഭ ആചരിച്ചിരുന്ന കാര്യമാണ്. തുടർന്ന് വന്ന അപ്പസ്തോലന്മാരും ദൈവഭക്തന്മാരും തുടർന്നിരുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നും ഇന്നും വചനത്തിന് മാറ്റമില്ല എങ്കിൽ ഇതിന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതുമായിട്ടുള്ള, നിങ്ങൾ എൻ്റെ വരുവോളം ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നത്. എന്നാ? ഒന്നെന്താ? ഒന്ന് സ്നാനം, രണ്ട് കർത്തൃമേശ അല്ലേ, അപ്പം നുറുക്കണം. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.